കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ അവസാനഘട്ട പ്രചാരണത്തിൽ താരപ്രചാരകനായി രമേശ് പിഷാരടി. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ അവസാനഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി സിനിമാ താരം രമേശ് പിഷാരടി ഓങ്ങല്ലൂരിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുത്താൽ ഞാൻ തീർത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന കാര്യങ്ങളിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് 5 വർഷത്തെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് രണ്ടാമതും ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങളെല്ലാവരെയും സമീപിക്കുന്നത്. നിഷ്പക്ഷമായും നീതിപൂർവമായും രാഷ്ട്രീയത്തിന് അതീതമായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകേണ്ടത്. ആ അംഗീകാരത്തിനായി നിങ്ങളുടെ പ്രവർത്തനമുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുത്ത് പാലക്കാട് മണ്ഡലം 10 മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ വിജയം ആവർത്തിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. VK ശ്രീകണ്ഠന്റെ വിജയത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോയിൽ പങ്കെടുത്തതെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. പല നേതാക്കളുമൊക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനപ്രതിനിധിയും അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി, പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് നമ്മൾ പലതവണ ഒരു സ്ഥിരം കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീകണ്ഠനൊക്കെ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലൊരാളാണ് ശ്രീകണ്ഠൻ എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകളുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി, ഒപ്പം നിർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന് പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവന്റെ മനുഷ്യായുസ്സിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്ന ഒരു നേതാവ്, ഇനി നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠൻ. അദ്ദേഹം ഈ പാലക്കാട് ഇപ്പൊ പറയുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മറ്റു UDF നേതാക്കളും പങ്കെടുത്തു.